ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ആദരണീയരായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, സുഹൃത്തുക്കൾ, മർക്കസ് സഖാഫത്ത് സുന്നിയ അതുല്യമായ സേവനങ്ങൾ അർപ്പിച്ച് ദിനേന മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ മഹൽ പ്രസ്ഥാനം, ഈ മഹത്തായ സ്ഥാപനം അതിന്റെ 37ാം വാർഷിക സമ്മേളനം സമാപിച്ചു. ഈ മഹത്തായ മർക്കസിന് സിലയിടാൻ നിമിത്തമായ SYS എന്ന മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ, നൂറുൽ ഉലമ തുടങ്ങിയ മഹാന്മാരാൽ വളർത്തപ്പെട്ട SYSന്റെ 60ാം വാർഷികത്തിനു വേണ്ടി വെമ്പൽ കൊണ്ട് പ്രവർത്തന രംഗത്തിറങ്ങാൻ ഒരുമിച്ച് കൂടിയ, അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രതിജ്ഞയെടുത്ത ഉസ്താദിന്റെ വാക്കുകൾ പൂർണ്ണമായും ചെവിക്കൊണ്ട നിങ്ങളെ കൂടുതൽ സമയം ഇരുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അല്പസമയം മാത്രം സംസാരിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും എല്ലാം അല്ലാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകണം. യുരീദൂന അൻ യുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വയഅബു അല്ലാഹു ഇല്ലാ അൻ യുതിമ്മ നൂറഹു വലൗ കരിഹൽ കാഫിറൂൻ. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തിന്റെ വിരോധികളെ സംബന്ധിച്ച് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രകാശത്തെ അവരുടെ വായകൾ കൊണ്ട് അവർ ഊതിക്കെടുത്തിക്കളയാൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷേ അല്ലാഹുവിന്റെ ഒളിവ്, അല്ലാഹുവിന്റെ പ്രകാശം, അവൻ നൽകുന്ന വെളിച്ചം, പരിശുദ്ധ ഇസ്ലാം, അതിനെ പൂർത്തീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതിനാൽ തന്നെ അവരുടെ മനക്കോട്ടകൾ തകർത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രകാശത്തെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിശ്വാസികളായ, അസത്യത്തിന്റെ വക്താക്കളായ, സത്യത്തിന്റെ വിരോധികളായ ആളുകൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും വല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, ശരിയായ ദീനുമായി സന്മാർഗവുമായി അവന്റെ റസൂലിനെ പറഞ്ഞയച്ചവൻ അല്ലാഹുവാണ്. ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി, എല്ലാ ആശയങ്ങളെക്കാളും എല്ലാ ആദർശങ്ങളെക്കാളും ഏറ്റവും നന്നായി അല്ലാഹുവിന്റെ ദീൻ ഇവിടെ വിജയിപ്പിച്ച് കാണിച്ചു കൊടുക്കാനാണ് അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. വലൗ കരിഹൽ മുശ്രികൂൻ, അബൂജഹലിനെ പോലുള്ള വിരോധികളായ മുശ്രിക്കുകൾ അതിനെ വെറുത്താലും എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. മർക്കസിന്റെ മുന്നേറ്റം, അതുപോലെ നമ്മുടെ മഹത്തായ സംഘടനയുടെ മുന്നേറ്റം ഈ മഹത്തായ വചനത്തിന്റെ ഫലമായി നാം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഈ മഹത്തായ മർക്കസിനു വേണ്ടി ഇന്നേ വരെ പ്രവർത്തിച്ചവരും സഹായിച്ചവരും സഹകരിച്ചവരും ഈ മർക്കസിനെ ചിലയിടുകയും ഈ മർക്കസിനെ എല്ലാവിധത്തിലും പ്രവർത്തിച്ച് ഇതിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത മഹാനായ ശൈഖുന ഉസ്താദ് അവർകൾ മുതൽ എല്ലാവർക്കും അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിക്കുകയും ഇനിയും ഇത് ഉയരത്തിൽ പറക്കുന്നതായി കാണാൻ
നമുക്കും അവർക്കും സഹകാരികൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ചെറിയൊരു വിഷയമല്ല. 800ഓളം വിദ്യാർത്ഥികൾ പഠിച്ച് ഈ വർഷം മാത്രം ഇവിടെ ഈ വർഷത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ ബിരുദം വാങ്ങി സനത് വാങ്ങി ഇറങ്ങുന്ന സന്തോഷകരമായ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചവരാണ് നാം. എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത്, വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളും നന്നായി പഠിക്കുക, പഠിച്ചുയരുക, പഠിച്ചു വളരുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാഹുവിന്റെ ദീൻ നിലനിൽക്കണമെങ്കിൽ ദീനിനെ കുറിച്ച് അറിവുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുണ്ടാകണം. പണ്ഡിതന്മാർ മുഖേനയല്ലാതെ അല്ലാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുകയില്ല. ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവരും ഇല്ലാത്തവരും സമമാണോ എന്ന് ചോദിക്കൂ നബിയേ എന്ന് പരിശുദ്ധ ഖുർആൻ വെറുതെ പറഞ്ഞതല്ല. വിവരമുള്ളവർക്ക് മാത്രമേ അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താൻ കഴിയൂ. ഇതുകൊണ്ടാണ് ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ കഴിയുന്നവർ ആര് എന്നത് അവിടുത്തെ കിതാബുൽ മുസ്തസ്ഫയിൽ വിവരിക്കുമ്പോൾ വമാ യഖിലുഹാ ഇല്ലൽ ആലിമൂൻ, തികഞ്ഞ പണ്ഡിതന്മാർക്കല്ലാതെ ഖുർആനിന്റെ മോഡലുകൾ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്നർത്ഥം വരുന്ന പരിശുദ്ധ ഖുർആനിലെ ആയത്തിൽ എടുത്തു ധരിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, അല്ലാഹുവിനെ ഭയപ്പെടണമെങ്കിൽ അല്ലാഹുവിനെ കുറിച്ച് അറിവ് വേണം. ഏതൊരു വിഷയത്തിന്റെയും ഗൗരവം ഉൾക്കൊള്ളണമെങ്കിൽ ഗൗരവത്തെക്കുറിച്ച്, വിഷയത്തെക്കുറിച്ച്, അതിന്റെ ഗൗരവത്തെക്കുറിച്ച് വിവരം വേണം. നാം പഠിക്കുന്ന അറിവ് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ്, അതിനേക്കാൾ മുന്തിയ വേറൊരറിവും ഇല്ല. മർകസു സഖാഫത്തി സുന്നിയ ഭൗതികവും ആത്മീയവുമായ വിദ്യകൾ പകർന്നു കൊടുക്കുന്ന വളരെ മഹത്തരമായ, വളരെ ഉദാത്തമായ സേവനം ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു കേന്ദ്രമാണ്. എന്നാൽ ഞാൻ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട് പറയുന്നു, ഇൽമിന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അറിവ് യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, ഭൗതികമായ അറിവ് അത് ആത്മീയമായ പുരോഗതി ഇല്ലാത്തവർക്കും അല്ലാഹു നൽകാൻ സാധ്യതയുള്ള അറിവാണ്. ആ അറിവ് എവിടെ വെച്ചും ആർക്കും ആരിൽ നിന്നും നേടാൻ കഴിയുന്ന അറിവാണ്. അതേസമയം ആത്മീയമായ അറിവ് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ, ആത്മീയമായ അറിവ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുത്തവർക്ക് മാത്രം അല്ലാഹു നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മുന്തിയ അറിവ്, ഏറ്റവും മുന്തിയ ലോകത്ത് വിജയം കൈവരിക്കാൻ നിമിത്തമാകുന്ന അറിവാണ്. അത് ദീനിയായ അറിവാണ്. ഇവിടെ പണ്ഡിതന്മാർക്കാണ് ബിരുദം നൽകിയിട്ടുള്ളത്. ആ പണ്ഡിതന്മാരിൽ പലരെയും എനിക്കറിയാം. അവരിൽ ഒരുപാട് പണ്ഡിതന്മാർ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ PG എടുത്ത പണ്ഡിതന്മാരാണ്. അതോടുകൂടി അവർ മതപരമായും PG എടുത്ത് അവർ ഇവിടെ രംഗത്ത് വരികയാണ്. അങ്ങനെ ഭൗതികവും ആത്മീയവുമായ വിവരങ്ങൾ രണ്ടും നേടിയ ധാരാളം ആളുകൾ ഇന്നിവിടെ ബിരുദമെടുത്ത് പുറത്തിറങ്ങിയ കൂട്ടത്തിലുണ്ട്. എന്നാൽ ചിലപ്പോൾ ഭൗതികമായി കൂടുതൽ പഠിച്ചില്ലെങ്കിൽ തന്നെ പള്ളി ദർസുകളിലും മറ്റും പഠിച്ച് അങ്ങനെ ഇംഗ്ലീഷ്, ഉറുദു തുടങ്ങിയ ഭാഷകളിൽ പ്രാവീണ്യം നേടി അവർ മതപരമായി ബിരുദമെടുത്ത പണ്ഡിതന്മാരും ആ കൂട്ടത്തിലുണ്ടാകാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇസ്ലാം ദീനിന്റെ ആത്മീയമായ അറിവ്. ആ അറിവിനെ വെല്ലുന്ന ഒരറിവ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മഹാന്മാരായ സഹാബത്തും താബിഈങ്ങളും തബഉ താബിഈങ്ങളും അയിമ്മത്തുൽ മുജ്തഹിദുകളും പഠിപ്പിച്ച ആ അറിവിനെ വെല്ലുന്ന വേറൊരു അറിവും ലോകത്ത് ഇല്ലേ ഇല്ല. ആ അറിവ് നേടി വിജയിച്ച് രംഗത്ത് വരുന്ന നമ്മുടെ യുവ പണ്ഡിതന്മാരെ കാണുമ്പോൾ അവരുടെ മാതാപിതാക്കൾക്കും അവരുടെ നാട്ടുകാർക്കും അവരുടെ സഹകാരികൾക്കും ഉണ്ടാകുന്ന സന്തോഷം അത് എത്രയും പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. അല്ലാഹു ജല്ല ജലാലുഹു
ധാരാളം പണ്ഡിതന്മാര് സമൂഹത്തിന് സേവനം ചെയ്യാൻ, ഈ മർക്കസിന് ഇനിയും സംഭാവന ചെയ്യാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വളരെ വ്യക്തമായി പഠിപ്പിച്ചു, ലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന അസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഒരു കാര്യത്തെ സംബന്ധിച്ച് ആ കാര്യത്തിന്റെ ഗൗരവമനുസരിച്ച് വിവരം നേടിയിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. എല്ലാ വിഷയത്തിലും ഒരേപോലെ അറിവുണ്ടാകണം എന്നില്ല. അത് നമ്മൾ പലപ്പോഴും പല സ്റ്റേജുകളിലും വിവരിച്ച ഒരു കാര്യമാണ്. ചില വിഷയങ്ങൾക്ക് ഉറപ്പ് കിട്ടണം, ചില വിഷയങ്ങൾക്ക് സംശയമുണ്ടായാൽ മതി. ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി, ഇമാം നവവി തുടങ്ങിയ സർവ്വ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത് കാണാം. മദീന ശരീഫിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ മദീനയിൽ കടക്കുന്നതിന് മുമ്പ് കുളിക്കൽ സുന്നത്തുണ്ട്. മദീനയിലേക്ക് പോകുമ്പോൾ സലാത്ത് വർദ്ധിപ്പിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട്. സലാത്ത് പല സ്ഥലങ്ങളിലും പ്രത്യേകം സുന്നത്തുണ്ട്. നമ്മുടെ സമ്മേളനങ്ങളും മീറ്റിങ്ങുകളും ഒക്കെ സലാത്ത് ചൊല്ലിയിട്ടാണ് പിരിയാറുള്ളത്. കാരണം സലാത്ത് എന്നത് സദസ്സ് പിരിയുമ്പോൾ പ്രത്യേകം സുന്നത്തുള്ള ഒരു കാര്യമാണ്. ഇതേപോലെ മീറ്റ് ചെയ്യുന്ന സമയത്ത് പരസ്പരം സമ്മേളിക്കുമ്പോൾ രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടിയാൽ പഴയ കാലത്ത് പലരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞതിന് ശേഷം കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുമ്പോൾ പഴയ ചില ആളുകൾ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്ന് സലാത്ത് ചൊല്ലുന്നത് കേൾക്കാറുണ്ട്. മീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം സലാത്ത് സുന്നത്തുണ്ട്. സദസ്സ് പിരിയുന്ന സമയത്ത് പ്രത്യേകം സലാത്തുണ്ട്. അതുകൊണ്ടാണ് 3 സലാത്തോടുകൂടി പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് സാധാരണയായി പറയാറുള്ളത്. പിരിച്ചുവിടുമ്പോ ഒരു സലാത്ത് സുന്നത്തുണ്ട്. ഇരിക്കട്ടെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന നാട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേകം സലാത്ത് സുന്നത്തുണ്ട്. എന്നാൽ മദീനയിലെ മണ്ണ് ബിസ്മില്ലാഹി തുർബത്തു അർളിനാ ബിരീഖത്തി ബഅദിനാ യസ്ഫീ ബിഹി സഖീമനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ മണ്ണിന് ശിഫയുണ്ട് എന്ന് പ്രത്യേകം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ മദീനയിലെ മണ്ണിലേക്ക് ഒരാൾ കയറി ചെന്നാൽ മദീനയിലെ എല്ലാ സ്ഥലങ്ങളെയും ആദരിക്കണം, എല്ലാ മണ്ണിനെയും ബഹുമാനിക്കണം. അതിന് പണ്ഡിതന്മാര് പറഞ്ഞ ഒരു നിമിത്തം എന്താണ്? അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പക്ഷേ ആ മണ്ണിൽ അവിടെ ചവിട്ടിയിട്ടുണ്ടാകാം, ഒരു പക്ഷേ അവിടെ ഇരുന്നിട്ടുണ്ടാകാം, ഒരു പക്ഷേ അവിടുന്ന് പങ്കെടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പരിശുദ്ധ ഖുർആൻ വഹി നൽകിയിട്ടുണ്ടാകാം. അങ്ങനെ ഒരു ചെറിയ സാധ്യത മദീനത്തെ മുഴുവൻ മണ്ണിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്പർശനം ഏറ്റതാകാനുള്ള സാധ്യതയുള്ളതിനാൽ, ഒരു സംശയമുള്ളതിനാൽ മദീന പ്രദേശം മുഴുക്കെ ആദരിക്കപ്പെടണം, ബഹുമാനിക്കപ്പെടണം, ബറക്കത്തെടുക്കപ്പെടണം എന്നാണ് മഹാന്മാരായ ഇമാം ഗസാലി റഹിമഹുല്ലയെ പോലെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലെ, ഇബ്നു ജമാഅയെ പോലെ, ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു പോലുള്ള സർവ്വ പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഒരു വിഷയം അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ടതാണ് എന്ന നിലക്ക് ഒരു വസ്തുവിനെ ബഹുമാനിക്കുകയോ ബറക്കത്തെടുക്കുകയോ ചെയ്യണമെങ്കിൽ അതിന് ഉറപ്പ് കിട്ടണമെന്നില്ല, സംശയമുണ്ടായാൽ മതി എന്ന് ഞാൻ പറഞ്ഞതിന്റെ സാരം. അതേ സമയത്ത് ഒരു വിഷയം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, നമ്മൾ പറയുമ്പോൾ, നമ്മളൊരു മസ്അല, ഒരു തീരുമാനം പറയുമ്പോൾ, ഒരു നയം പ്രഖ്യാപിക്കുമ്പോൾ അവിടെയെല്ലാം നാം ഉറപ്പുള്ളതേ പറയാവൂ. ഞാനിങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ പഴയ കാലം പോലെയല്ല. പഴയ കാലത്തൊരു വാർത്ത കേൾക്കണമെങ്കിൽ റേഡിയോ കേൾക്കണം, അല്ലെങ്കിൽ മറ്റ് പത്രങ്ങൾ കാണണം. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പൊ എല്ലാവരും റിപ്പോർട്ട് നൽകുന്നവരും എല്ലാവരും റിപ്പോർട്ട് കിട്ടുന്നവരും ആണ്. സോഷ്യൽ മീഡിയകൾ, എല്ലാവരുടെ കൈവശത്തിലും സോഷ്യൽ മീഡിയകൾ പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസം ലഭിക്കുന്ന ഒരു ലോകമാണ്. കാരണം എവിടെയെങ്കിലും ഒരു പണ്ഡിതൻ പോയി ഒരു കല്യാണത്തിന് പങ്കെടുത്ത്
ആ കല്യാണത്തിന്റെ വീട്ടിൽ വെച്ച് ഒരു കോഴിക്കാല് എടുത്ത് കടിച്ചാൽ അമേരിക്കയിൽ ഫേസ്ബുക്കിലുണ്ടാവും, അല്ലെ വാട്സപ്പിലുണ്ടാവും. അത് കടിച്ചത് വയനാട്ടിലെ ഒരു മൂലയിൽ വെച്ചാണെങ്കിലും ശരി. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് പറയട്ടെ, ഈ ഫേസ്ബുക്കുകൾ അല്ലെങ്കിൽ വാട്സപ്പുകൾ, ഈ സോഷ്യൽ മീഡിയകൾ നമ്മൾ ആവശ്യത്തിന് വേണ്ടി മാത്രം, ആവശ്യമുള്ളയിടത്ത് മാത്രം, ആവശ്യാനുസരണം മാത്രം, ഊഹാപോഹങ്ങൾക്കടിമപ്പെടാതെ, സത്യമോ അർദ്ധസത്യമോ കളവോ എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാതെ, ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വസ്തുതകൾ മനസ്സിലാക്കാതെ ഈ സോഷ്യൽ മീഡിയകളിലൂടെ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏർപ്പാട് ദീനിനും പ്രസ്ഥാനത്തിനും അപകടം ചെയ്യുമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഇദാ ജാഅഹും അംറുൻ മിനൽ അംനി അബിൽ ഖൗഫി അദാഉ ബിഹി വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും ലഅലിമഹു അല്ലദീന യസ്തംബിതൂനഹു മിൻഹും. പരിശുദ്ധ ഖുർആൻ ഒരു റിപ്പോർട്ട് സമൂഹത്തിന് കൈമാറുന്നതിനെ സംബന്ധിച്ച് അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. ആ അദബ് എന്താണ്? ഏത് കക്ഷികൾക്കും ഏത് റിപ്പോർട്ടും വിടാം എന്നല്ല, മറിച്ച് അതിനർഹതപ്പെട്ട മഹാന്മാർ അല്ലെങ്കിൽ നേതാക്കൾ, അതിലേറ്റവും മുൻപന്തിയിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, ഏത് റിപ്പോർട്ട് എങ്ങനെ നൽകി? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞു? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാഴ്ചപ്പാടെന്താ? ഇത് നോക്കാതെ ഒരു വിഷയത്തെ സംബന്ധിച്ച് പ്രഖ്യാപിച്ചുകൂടാ എന്നതാണ്. ഇതാണല്ലോ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മുതഅല്ലിമീങ്ങൾ ഓതിയിട്ടില്ലേ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടി കിട്ടി. മുതിർന്ന വിദ്യാർത്ഥിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജൂനിയർ വിദ്യാർത്ഥിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ അടിച്ചു. എന്തുകൊണ്ടാണ് ഈ സീനിയർ വിദ്യാർത്ഥി ജൂനിയർ വിദ്യാർത്ഥിയെ അടിച്ചത്? അടിച്ചതിന്റെ കാരണം, ഈ ജൂനിയർ വിദ്യാർത്ഥി പെട്ടെന്ന് പുറത്തു പറഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയം പെട്ടെന്ന് പുറത്തു പറഞ്ഞു എന്നതായിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങനെ പറഞ്ഞാൽ ഇവിടെ പലരും തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു വിഷയം ഇദ്ദേഹം പറഞ്ഞു. വിഷയം പറയാൻ എന്റെ ലക്ഷ്യമല്ല, ഞാൻ ഈ വിഷയത്തിന്റെ സൂചന മാത്രമാണ് നൽകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവൻ, അത് അംഗീകരിച്ചവൻ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞാൽ ചിലര് നബിനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മതി, നിസ്കാരമൊന്നും വേണ്ട എന്ന് തെറ്റിദ്ധരിക്കുന്നവരും ഉണ്ടാകാം. അതുകൊണ്ട് അങ്ങനെയാണ് പച്ചയായി അങ്ങ് പറയാൻ അർഹതപ്പെട്ടവരോടല്ലാതെ പറ്റില്ലല്ലോ എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അഭിപ്രായം പറഞ്ഞപ്പോൾ, ആ സീനിയർ വിദ്യാർത്ഥിയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിന് ഏറ്റവും വലിയ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്തു. അവിടെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ അടി തൽക്കാല ലാഭം എന്ന് മാത്രമേ ഉള്ളൂ, കംപ്ലൈന്റ് ഉള്ളൊരു കാര്യവും കിട്ടിയിട്ടില്ല. കാരണം ഒരു വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുള്ള അത്രത്തോളം പരിപൂർണത അന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് എത്തിയിട്ടില്ല. ഇതുപോലെ ഇതൊരു ചെറിയ ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. നമ്മളൊരു വിഷയം കിട്ടുമ്പോഴേക്ക് എല്ലാ സ്ഥലത്തും എല്ലാവർക്കും പ്രചരിപ്പിക്കാനുള്ളതാണ് എന്ന ഒരു ധാരണ നമ്മുടെ പ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും ഉണ്ടാകരുത്. നേതൃത്വം എന്ന് പറയുന്നു, നേതൃത്വം എങ്ങനെ അത് കൈകാര്യം ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് വേണം ഏത് വിഷയത്തിലും നമ്മൾ സംസാരിക്കാനും പ്രചരണം നടത്താനും എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ സത്യമോ അർദ്ധസത്യമോ എന്ന് മനസ്സിലാക്കാതെ ചില വാർത്തകൾ പ്രചരിപ്പിക്കപ്പെടാൻ തുടങ്ങിയാൽ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്ന് അനുഭവിക്കുമ്പോഴാണ് പലർക്കും മനസ്സിലാവുക. അതിനാൽ അത്തരം കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ നാല് ഭാഗത്തും ഈ സത്യത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്ന എന്ന ബോധം നമ്മുടെ പ്രവർത്തകന്മാർക്ക് എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം. കാരണം സത്യത്തിന് എന്നും എതിരാളികളുണ്ടാവും. അവരെ എത്ര തന്നെ നമ്മൾ വയന്നു പറഞ്ഞാലും بل كان يخرج أن يميل بالعبر يمزق القرد صفرا للصفارية إذا له نصحت في بابل المطر. റസാനത്ത് അതാണ് പറഞ്ഞത്. റസാനത്ത് പറഞ്ഞു,
നല്ല വെയിലുള്ള സമയത്ത് ചെറിയ പക്ഷികൾ വളരെ അകലങ്ങളിൽ പാറിപ്പറന്നു പോയി ഉണങ്ങിയ ചില്ലികൾ, മരച്ചില്ലികൾ എടുത്തുകൊണ്ടുവന്ന് കൂട് കെട്ടി. അങ്ങനെ ഓരോ പക്ഷികളും ഓരോ മർക്കസുകൾ ഉണ്ടാക്കി. അതിന് കഴിയുന്ന മർക്കസ് കാന്തപുര സാഹ് ഉണ്ടാക്കിയ പോലത്തെ വലിയ മർക്കസല്ല, ചെറിയ പക്ഷി. ആ പക്ഷിക്ക് കഴിയുന്ന ചെറിയ മർക്കസ് ഉണ്ടാക്കി. ആ മർക്കസിൽ, ആ വീട്ടിൽ നല്ല മഴ പെയ്യുന്ന സമയത്ത് സുരക്ഷിതമായി കഴിയുകയാണ് ഈ പക്ഷി. അപ്പോഴാണ് അതേ മരത്തിന്റെ മേലെ കഴിഞ്ഞുകൂടുന്ന ഒരു ജീവി. ആ ജീവി ഈ വേനൽക്കാലത്ത് കളിച്ചും കൊഞ്ഞനം കാട്ടിയും ഓടി നടന്നതാണ്. ആരെങ്കിലും ചുരം കയറി വരുമ്പോൾ വല്ലതും കൊടുത്താൽ അത് സ്വീകരിക്കും എന്നല്ലാതെ ആ ജീവി ഒരിക്കലും സ്വന്തമായി പണിയെടുത്ത് തിന്നിട്ടില്ല. അങ്ങനെയുള്ള ഈ ജീവി മരത്തിന്റെ മേലെ നിന്ന് ഈ പക്ഷി കൂട്ടിൽ നനയാതെ കൂടുന്നത് കാണുകയാണ്. ആ ജീവി മെല്ലെ വന്ന് ഈ പക്ഷിയുടെ കൂടൊന്ന് നോക്കുകയാണ്. അപ്പൊ ഈ പക്ഷിക്ക് തോന്നി, ഒരു നല്ല വാവ് ഇയാളോട് പറഞ്ഞാൽ എന്താ എന്ന് തോന്നി. അങ്ങനെ ഈ പക്ഷി ഒരു ചെറിയ വാവ് പറഞ്ഞു. ആ വാവിൽ പക്ഷി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? സാർ, നിങ്ങളും ഇതുപോലെ വേനൽക്കാലത്ത് കുറെ അധ്വാനിച്ച് ഒരു വീട് നിർമ്മിച്ചിരുന്നുവെങ്കിൽ, ഒരു ചെറിയ മർക്കസെങ്കിലും ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ നിങ്ങൾ നനയേണ്ടി വരില്ലായിരുന്നു. നിങ്ങൾക്കും അവിടെ സുരക്ഷിതമായി കഴിയാമായിരുന്നു. ഈ ഉപദേശം കേട്ട് എന്നാൽ ഇനി അടുത്ത വേനലിൽ ഞാനും ഒരു മർക്കസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ ജീവി ആ ചില്ലിയിൽ നിന്ന് ചാടി ഇറങ്ങി, അല്ലെങ്കിൽ ചാടിക്കയറി ഈ പക്ഷിയുടെ ചെറിയ കൂട് അതെങ്ങനെയുണ്ട് എടുത്തെറിഞ്ഞ് നശിപ്പിക്കാനെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജീവി. ഈ ജീവിയെ പോലെയാണ് നല്ല ചിന്തയില്ലാത്ത, മോശമായത് മാത്രം ചിന്തിക്കുന്ന, നല്ലതിന് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമൂഹത്തിന്റെ സ്വഭാവമെന്നും അവരോട് നിങ്ങൾ എത്ര ഉപദേശിച്ചാലും ഫലം ചെയ്യുകയില്ലെന്നുമാണ് റസാനത്ത് ഉപദേശിച്ചിട്ടുള്ളത്. മറ്റു ചിലർക്ക് ഉപദേശം തീരെ ഫലം ചെയ്യില്ല എന്നല്ല, അവർ ചിലപ്പോൾ ഉപദേശം കേട്ടാൽ അവർ സമൂഹത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആശയത്തിൽ തന്നെ വ്യതിചലിച്ചു പോകും. അവർ തീരെ വിട്ടുപോകും. അതിനും പറഞ്ഞു. അതേ റസാനത്ത് മറ്റൊരു ഉദാഹരണം. അതേ ജീവികളുടെ കൂട്ടത്തിൽ ഒരു ജീവിയാണ് ഉണക്ക് പിട്ട ഉരുട്ടിക്കൊണ്ടുപോകുന്ന വണ്ടുകൾ. ആ വണ്ടിങ്ങനെ ഈ ഉണക്ക് പിട്ട ഉരുട്ടിക്കൊണ്ടുപോയിട്ട് അതിന്റെ മൂക്കിനെപ്പോഴും കിട്ടുന്ന നാറ്റം, ദുർഗന്ധമാണ്. ഒരിക്കലും അതിനൊരു സുഗന്ധം കിട്ടുന്നില്ല. അപ്പൊ പിന്നെ തോന്നി, ഈ സാധുവിന് ഒരു അല്പം ഊതി അത്തറി മണപ്പിച്ചു കൊടുത്താൽ എന്താ എന്ന് മനസ്സിലാക്കി ഒരാൾ ഈ പിട്ട ഉരുട്ടിക്കൊണ്ടുപോകുന്ന വണ്ടിന് ഒരൽപ്പം അത്തറ് മണപ്പിച്ചു കൊടുത്താൽ അത്തറ് മണപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ജീവി അങ്ങനെ തന്നെ ചത്തുപോകും. കാരണം അതിന്റെ തരിമൂക്കിന് ആ നല്ല മണം ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഇങ്ങനെയാണ് ജനങ്ങളെ കൂട്ടത്തിൽ ചിലർ. അത്തരത്തിലുള്ള ധാരാളം ആളുകൾ പുറത്തുണ്ടെന്ന ബോധം നമ്മുടെ പ്രവർത്തകന്മാർക്കുണ്ടാകണമെന്ന് സാന്ദർഭികമെന്ന് ഞാൻ ഉണർത്തുന്നു. നീട്ടിപ്പറയുന്നില്ല. ഉറപ്പുള്ളത് പറയണം, ഉറപ്പാക്കിയിട്ട് പറയണം, കാര്യങ്ങൾ ഗ്രഹിച്ച് പറയണം. അല്ലാതെ പറഞ്ഞ് നമ്മൾ പെട്ടുപോകാൻ പാടില്ല. മഹാനായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു, സുഹൃത്തുക്കളെ, മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ ഓർമ്മ വരും. അതിന് പല കാരണങ്ങളുണ്ട്. മുമ്പൊരിക്കൽ ഒരു വലിയ വിഷയം, വളരെ ഗൗരവമേറിയ വിഷയം, എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും മനപ്രയാസമുണ്ടാക്കിയ ഒരു സമയം, മഹാനായ ഉസ്താദ് അവറുകളുടെ പേരിൽ ഒരു വലിയ ആരോപണം വന്നിരുന്ന ഒരു സമയം. അന്ന് എറണാകുളത്ത് നമ്മുടെ അഹമ്മദ് കുട്ടി ഹാജിയുടെ ഹോട്ടലിൽ ഉസ്താദിന്റെ സമീപത്ത് ഞാനും നിൽക്കുമ്പോ ഒരു മാസികയിൽ നിന്ന് ഒരു ഫോൺ വരികയാണ്. വിളിച്ചു പറയുന്നത് എന്താണ്? നിങ്ങളെ സംബന്ധിച്ച് വളരെ മോശമായ ഒരു റിപ്പോർട്ട് ഇതാ അടുത്ത ലക്കത്തിൽ വരാൻ പോവുകയാണ്. അല്ലെങ്കിൽ ഇത്ര ലക്ഷം ഉറുപ്പിക തരണം, ഇത്ര സംഖ്യ തരണം, ഇല്ലെങ്കിൽ ഒരു വലിയ റിപ്പോർട്ട് നിങ്ങളുടെ പേരിൽ വരാൻ പോവുകയാണ് എന്ന് പറയുമ്പോ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. ആ കട്ടിലിൽ ഇരുന്നിട്ട് മഹാനായ ഉസ്താദുകൾ പറഞ്ഞു, ഇനി എന്നെ പറ്റി വല്ലതും എഴുതാൻ ബാക്കിയുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം എഴുതിപ്പോൾ ഒരു നയാകാശം തരില്ല എന്ന് ധൈര്യപൂർവ്വം ഉസ്താദുകൾ പറയുമ്പോൾ ഞാൻ സമീപത്തുണ്ടായിരുന്നു.
അൽഹംദുലില്ലാഹ് ഉസ്താദ് അവരുടെ ആ മനക്കരുത്ത് അത് കണ്ടുപിടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറിയ അവസരങ്ങൾ തന്നതിൽ അൽഹംദുലില്ലാഹ്. ഞാൻ ഓർമ്മപ്പെടുത്തിയത് നാം മനസ്സിലാക്കണം, ലോകത്ത് നമ്മുടെ ദീനീ പ്രവർത്തനങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, നമ്മുടെ മുന്നേറ്റങ്ങൾ കാണുമ്പോൾ അസൂയാലുക്കളായ പലതും പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ മർക്കസിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ പല വിധേനയും നടന്നിട്ടുണ്ട്. പക്ഷേ അവിടെയെല്ലാം മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിൽ വന്നു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞ ഒരാൾ, വളരെ മോശമായി സംസാരിച്ച ഒരാൾ, അവിടെ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാം. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തബ്യീനുസ് സഹീഫ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. പറഞ്ഞ വാചകങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ചില വാചകങ്ങൾ യൂജിബു തഅ്സിറ വ ബഅദുൽ കലാമി യൂജിബു ഹദ്ദ. ചില വാചകങ്ങൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് അതാ ജഡ്ജിയുടെ മുന്നിലെത്തിയാൽ, ഖാദിയുടെ മുന്നിലെത്തിയാൽ അത് ഗൗരവമേറിയ തെറ്റായതുകൊണ്ട് ശിക്ഷ വിധിക്കേണ്ടതാണ്. മറ്റു ചിലത് പ്രത്യേകമായി ഹദ്ദ് തന്നെ വിധിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പോ ഒരൊറ്റ വിഷയത്തിനും മറുപടി പറയാതെ മുഖം വിവർണമായി അവിടെ തന്നെ ഇരുന്ന മഹാനായ ഇമാം അബൂ ഹനീഫ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ. നമുക്ക് അല്ലാഹു തആല മതിയാക്കുന്നവനും മതിയായവനുമാണ്, ഏൽപ്പിക്കപ്പെടാൻ ഏറ്റവും പറ്റിയവനവനാണ് എന്നാവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞു. ആ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കി ചീത്ത പറഞ്ഞു നടന്ന ഒരാൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ പിന്നാലെ നടന്ന് ചീത്ത പറഞ്ഞു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പകരം പറഞ്ഞില്ല. വീട്ടിലേക്ക് കടക്കുമ്പോൾ കടക്കുന്ന വാതിൽ പിടിപിടിച്ചിട്ട് പറഞ്ഞു, മോനെ, കുറെ സമയമായി നീ എന്നെ തെറി പറയുന്നു, ചീത്ത പറയുന്നു, ഞാനിതുവരെ പ്രതികരിച്ചിട്ടില്ല. എനിക്ക് നിന്നോട് പറയാനുള്ളത്, ഞാൻ ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് കടക്കുകയാണ്. വീട്ടിൽ കടന്നാൽ നീ പറയുന്ന തെറിവാക്കുകൾ എനിക്ക് കേൾക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇനിയും കുറെ കൂടുതൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ചുരുക്കി പറയുമെങ്കിൽ ഒരല്പസമയം ഞാനിവിടെ കേൾക്കാൻ വേണ്ടി നിന്ന് തരാം. ഇത് കേട്ടപ്പോൾ തെറി പറഞ്ഞ മനുഷ്യന് തോന്നി, ഈ മഹാനെ ചീത്ത പറയുന്ന എന്നെക്കാൾ ദുഷ്ടനായ മനുഷ്യനാരാണ്? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട് മാപ്പപേക്ഷിച്ചു. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയില്ലേ, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് അതാ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഒരാൾ വരുന്നു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ ധാരാളം ചീത്ത പറഞ്ഞു ഒരാളെന്ന് അറിയിക്കുകയാണ്. മഹാനവറുകൾ അതിന് പകരം ചെയ്തതെന്താണ്? നല്ല ഈത്തപ്പഴം ഒരു കൊട്ടയിൽ നിറച്ചിട്ട് പകരം കൊടുത്തേക്കുകയാണ്. മോനെ, നീ ആഖിറത്തിലേക്ക് സമ്പാദിച്ചു വെച്ച ഒരുപാട് സമ്പാദ്യങ്ങൾ നീ എന്റെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായി എനിക്കറിയാൻ സാധിച്ചു, എനിക്ക് ഹദിയ ചെയ്യുന്നതായി അറിയാൻ സാധിച്ചു. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഞാൻ ദുനിയാവിലേക്ക് സമ്പാദിച്ചു വെച്ച കുറച്ച് ഈത്തപ്പഴം നിനക്ക് ഞാൻ അങ്ങോട്ട് ഹദിയ കൊടുത്തേക്കുന്നു. ആഖിറത്തിലേക്ക് നീ സമ്പാദിച്ചു വെച്ചത് എനിക്ക് ഹദിയ ചെയ്യുമ്പോൾ ദുനിയാവിലേക്ക് സമ്പാദിച്ചു വെച്ചത് പകരം ഞാൻ ഹദിയ തരുന്നു.